നാട്ടിക തൃപ്രയാർ സഹോദര പരിപാലന യോഗം പുറത്തിറക്കിയ ഗുരുസ്പർശം സ്മരണികയുടെ പ്രകാശനം കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. യുക്തിയോടുകൂടി ദൈവദർശനം കേരളത്തെ പഠിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് ആലങ്കോട് പറഞ്ഞു. പി.കെ. സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ സ്മരണിക ഏറ്റുവാങ്ങി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ എ.വി. സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മേജർ റിട്ടയർഡ് പ്രൊഫസർ സി.എൻ. വിശ്വനാഥൻ മുഖ്യാതിഥിയായി. സി.കെ. സുഹാസ്, N.A.P. സുരേഷ് കുമാർ, C.P. രാമകൃഷ്ണൻ മാസ്റ്റർ, T.K. ദയാനന്ദൻ, സുരേഷ് ഇയാനി, ബൈജു ഇയാനി കോറോത്ത്, അംബിക ടീച്ചർ, ഷിറാസ് കാവുങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കൃത്യമായിട്ടുള്ളവരും പാടില്ലാത്തവരുമായി മഹാഭൂരിപക്ഷം ജനതയെ ഒരു പിടി സവർണ സമൂഹം അകറ്റി നിർത്തിയിരുന്ന അത്യന്തം മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാലഘട്ടത്തിൽ ഏതോ ക്രൂരമായ അധികാര വാഴ്ചയുടെ മുഖക്കീഴിൽ നിന്ന് ആത്മാഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പോരാടിയ ഒരു ജനതയുടെ 105 വർഷത്തെ സമര ചരിത്രത്തിന്റെയും സഹന ചരിത്രത്തിന്റെയും ഇതിഹാസമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഗുരുസ്പർശം 105. ഇവിടെ എനിക്ക് പുസ്തക അവസരത്തിൽ എന്തെങ്കിലും പറയാനുള്ള വാസ്തവത്തിൽ ഈ 105 വർഷം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആ കാലത്ത് 105 വർഷം മുമ്പ് 5000 രൂപ വീതം സംഭാവന ചെയ്യുന്ന ആളുകൾ, അവിടെ ശ്രീലങ്കയിലുണ്ടായിരുന്ന പഴയ സിലോണിലുണ്ടായിരുന്ന പ്രവാസി മലയാളികൾ, അവർ അന്ന് ഇത്രയും സ്ഥലം അവരുടെ വിയർപ്പ് വിറ്റ് തന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്ര വലിയ ഒരു സ്ഥാപനം, ഒരു മഹത്തായ സ്ഥാപനം അതിന് നാളേക്കും നിലനിർത്താൻ സാധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 100 വർഷത്തെ ചരിത്രം, 105 100 വർഷത്തെ കേരളത്തിന്റെ, ഈ 105 വർഷത്തെ തന്നെ കേരളത്തിന്റെ ചരിത്രം വളരെ പ്രധാന